നമ്മുടെ ജോമോനെ കർത്താവ് നേരത്തെ അങ്ങ് വിളിച്ചു. അല്ലായിരുന്നതിൽ അവനുണ്ടായേനെ എനിക്ക്. അവന് ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഞാൻ അറിയത്തില്ലായിരുന്നോ? പോട്ടടി, നിനക്ക് ഞാനും എനിക്ക് നീയും ഇല്ലേ? അത് പോരടി. അന്നമ്മേ, ആരാ നീ? അമ്മച്ചിയുടെ പിറക്കാതെ പോയ മകൻ. അമ്മച്ചി പോയിരുന്നോ എൻ്റെ കൂടെ? എങ്ങോട്ട്? അങ്ങ് പറുദീസായിലേക്ക്. അവിടെ എൻ്റെ വലതുഭാഗത്ത് അമ്മച്ചിയെ ഞാൻ ഇരുത്താം. എന്റെ ഇച്ഛായൻ എവിടെ? അവിടെ ഇച്ഛായ, നാളെ ക്രിസ്മസ് ആണ്. ആരുമില്ല, ആരും. അമ്മച്ചി, വർഷം 7 ആയില്ലേ അപ്പച്ചൻ പോയിട്ട്? അമ്മച്ചി കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മച്ചിക്ക് പോവണ്ടേ ഇച്ചായൻ്റെ അടുത്തേക്ക്? അലക്സ് ഇച്ചായൻ അവിടെ കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി. വാ, നമുക്ക് പോകാം. മോനെ, ഞാൻ വരുന്നില്ല. എൻ്റെ മക്കൾ വരും. ഞാൻ താലോലിച്ച് വളർത്തിയ എൻ്റെ മക്കൾ, അവരോടൊപ്പം എനിക്ക് ക്രിസ്മസ് കൂടണം. അമ്മച്ചി, അവർ വരില്ല. അവർ പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അല്ല, അവർ വരും. ഈ അമ്മച്ചിയെ കാണാൻ എൻ്റെ മക്കൾ വരും. മോനെ, ഒരു കാര്യം കാണണോ? വാ. ഇതാ, ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടോ? എൻ്റെ പേരക്കുട്ടികൾക്കുള്ളതാ. അവർ വരുമ്പോ ഇതെല്ലാം എനിക്ക് കൊടുക്കണം. പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ വരുന്നത്? സെന്റിമെന്റ്സ് കൊണ്ട് അമ്മച്ചി എന്നെ കുഴപ്പിക്കുമല്ലോ. പക്ഷെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് തേച്ച് പോകാൻ എനിക്കാവില്ലല്ലോ. കൊണ്ടുപോയേ തീരൂ. ഇത് എഴുതപ്പെട്ട തിരക്കഥയാണ് അമ്മച്ചി. അമ്മച്ചിയുടെ മാത്രമല്ല, ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും തിരക്കഥ എൻ്റെ കയ്യിലുണ്ട്. ഇനി അതൊരിക്കലും തിരുത്തി എഴുതാൻ കഴിയില്ല അമ്മച്ചി. സമയമായി. വാ, നമുക്ക് പോകാം. മോനെ, ഒരു മിനിറ്റ്. ദേ നോക്ക്, വെള്ളയപ്പവും താറാവ് റോസ്റ്റും ജോസ്മോന് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്താ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട. എന്തൊരു കൈപ്പുണ്യം! മക്കൾക്ക് ഇതിനുള്ള യോഗമില്ലല്ലോ അമ്മച്ചി. ഞാൻ പണ്ട് അലക്സ് ചായന്റെ മണവാട്ടിയായി ഈ വീട്ടിൽ വന്ന് കയറുമ്പോ ഇച്ചായന്റെ അമ്മച്ചി എനിക്ക് തന്നതാ. ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചത് ഇതാ. എനിക്കെന്നും തുണയാതെ ഈ വിശുദ്ധ ഗ്രന്ഥമാ. പോരുമ്പോ ഇതുകൂടി ഞാൻ എടുത്തോട്ടെ മോനെ.